അപ്പൊ നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറച്ച് ഭാഗം നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇനി ഇതിന്റെ ബാക്കി പോവാണ് എന്ത് പറയാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ എവിടം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ജംഗ്ഷൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇനി നമുക്ക് പറയാനുള്ളത് ഏതാണ്? കണക്റ്റീവ് ടിഷ്യൂസിനെ കണക്റ്റീവ് ടിഷ്യൂ മുതലാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പറഞ്ഞു വരാനുള്ളത് അല്ലെ? അപ്പൊ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ എന്താണ്? കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെ? അത് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആനിമൽസിന്റെ ബോഡിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്? കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ടിഷ്യൂസ് ആണ്. ഓക്കെ. ഓക്കെ. പിന്നെ ഇതിലെന്ന് പറഞ്ഞാല് സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ മുതൽ പിന്നെ എന്താണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് വരെ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂസ്, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലഡ് ഒഴികെ ബാക്കി എല്ലാ കണക്റ്റീവ് ടിഷ്യൂസും എന്താണ്? ഫൈബേഴ്സ് എന്ന് വെച്ചാൽ കൊളാജൻ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സെക്രീറ്റ് അത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇലാസ്റ്റിൻ അല്ലെങ്കിൽ കൊളാജിൻ ഫൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ, പിന്നെ എന്താണ്? ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തിട്ടുണ്ട്? മൂന്നായിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഏരിയോളാർ ടിഷ്യൂസ് വരുന്നുണ്ട്, അഡിപ്പോസ് ടിഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണെങ്കിൽ അതിനെ ഡെൻസ് റെഗുലറും ഡെൻസ് ഇറഗുലറും ആയിട്ട് വരുന്നുണ്ട്. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ അതിൽ 3 ടൈപ്പാണ് വരുന്നത്: കാർട്ടിലേജ്, ബോൺ ആൻഡ് ബ്ലഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എടുത്തു നോക്കുകയാണെങ്കിൽ ഏരിയോളാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൽ ഫൈബേഴ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ലൂസ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും. ഒരു സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിരിക്കും അതിലുണ്ടാവുക. സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും ഇവര്. ഓക്കെ, അത് എന്തിനാണ്? സ്കിന്നിന്റെ അടിയിലായിട്ട് ബെനീത് ദ സ്കിന്നാണ് അവർ പ്രസന്റ് ആയിട്ടുള്ളത്. പിന്നെ എന്താണ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ എപ്പിത്തീലിയത്തിന് ഒരു ഫ്രെയിം വർക്ക് സപ്പോർട്ട്, ആ ഒരു സപ്പോർട്ട് നൽകുകയാണ് അവർ ചെയ്യുന്നത്. പിന്നെ അവരിൽ എന്തുണ്ട്? ഫൈബ്രോബ്ലാസ്റ്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ബ്ലഡ് ഒഴികെയുള്ള എല്ലാവർക്കും എന്തുണ്ട്? ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കൊളാജൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താ പിന്നെ എന്തുണ്ട്? മാക്രോഫേജസ് ആൻഡ് മാസ്റ്റ് സെൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, മാക്രോഫേജസും മാസ്റ്റ് സെൽസും ഉണ്ട്. ഫൈബ്രോബ്ലാസ്റ്റ്സ് പ്രസന്റ് ആയിട്ടുണ്ട്. സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ആണ് കൊടുക്കുന്നത്. ലൂസ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവരിൽ ഫൈബേഴ്സ് ലൂസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂ നമുക്കറിയാം ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന, നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ ആണ് എന്ത്? അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? അത് അവര് മെയിൻ ആയിട്ട് എന്തിനാണ്? നമ്മുടെ ഫാറ്റ് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യേണ്ടാത്ത ഫാറ്റ് ഒരു ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അഡിപ്പോസ് ടിഷ്യൂല് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൽ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? 2 ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ട്? റെഗുലറും ഇറഗുലറും ആയിട്ടുള്ളത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡെൻസ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ എന്താണ്? അത് അതിന്റെ ഫൈബേഴ്സും ഒക്കെ എങ്ങനെയാണ്? ഡെൻസ്ലി പാക്ഡ് ആയിരിക്കും അതിനുള്ളിൽ ഡെൻസ്ലി പാക്ഡ് ആയിട്ടായിരിക്കും ഫൈബേഴ്സും ഫൈബ്രോബ്ലാസ്റ്റും ഒക്കെ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എന്താണ്? അത് ഒരു എന്താ പറയാ പാരലൽ ആയിട്ടായിരിക്കും അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഫൈബേഴ്സും ഫൈബ്രോബ്ലാസ്റ്റും ഒക്കെ ഒരു പാരലൽ ലൈനിന് എന്ത് ചെയ്തിട്ടുണ്ടാവും? അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാരലൽ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഫൈബേഴ്സും ഫൈബ്രോബ്ലാസ്റ്റും ഒക്കെ അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അതില്. ഇനി നമ്മൾ ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? ഓക്കെ, എക്സാമ്പിൾ വരുന്നത് ടെൻഡൻസും ലിഗമെന്റ്സും ഒക്കെയാണ്. ഓക്കെ, ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ സ്കെലറ്റൽ മസിൽസും ബോണും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ആരാണ് കൊടുക്കുന്നത്? ടെൻഡൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ,
കൊളാജൻ ഫൈബേഴ്സ് എങ്ങനെയാണ് പാരലൽ ആയിട്ടാണ് എന്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഡെൻസ് റെഗുലറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഡെൻസ് ഇറഗുലർ നോക്കുകയാണെങ്കിൽ ഇതിൽ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അല്ലെ, പാരലൽ ആയിട്ടില്ല ഫൈബേഴ്സ് ഒക്കെ ഏതെങ്കിലും ഒക്കെ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഇറഗുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനാണ് ഫൈബേഴ്സും ഫൈബ്രോബ്ലാസ്റ്റും ഒക്കെ എങ്ങനെയാണ് ഇറഗുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് സ്കിന്നിലാണ് പ്രസന്റ് ആയിട്ടുള്ളത് കേട്ടോ. അതാണ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. സ്കിന്നിലാണ് കാണുന്നത്. ഇത് ലിഗമെന്റും ടെൻഡനും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ, മൂന്നാമത്തെ ടൈപ്പ്. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ ഉണ്ട്? കാർട്ടിലേജ് ഉണ്ട്, ബോൺസ് ഉണ്ട്, ബ്ലഡ് ഉണ്ട്. കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ എന്താണ്? കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ സോളിഡ് ആയിട്ടുള്ളതാണ്. പക്ഷെ എന്താണ്, കുറച്ചുകൂടി നമ്മുടെ ബോണൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, അത്രയും ഒരു ഹാർഡ് ആയിട്ടുള്ളതൊന്നും അല്ല അല്ലെ. കുറച്ചുകൂടി എന്താണ് ഫ്ലെയബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെന്താ, ഒരുപാട് കംപ്രഷനൊന്നും അവർക്ക് താങ്ങാനുള്ള ഇതില്ല. പിന്നെ അവരുടെ കാർട്ടിലേജിന്റെ സെൽസ് അതിനെന്താ പറയാ, കോൺട്രോസൈറ്റ്സ് എന്നാണ് പറയാ. കാർട്ടിലേജിന്റെ സെൽസിനെ കോൺട്രോസൈറ്റ്സ് എന്നാണ് പറയാ. അവര് തന്നെ സെക്രീറ്റ് ചെയ്യുന്ന മാട്രിക്സിന്റെ ഒരു ക്യാവിറ്റിയിലാണ് ആര് കാണുന്നത്? കാർട്ടിലേജിന്റെ സെൽസ്, കോൺട്രോസൈറ്റ്സ് കാണുന്നത്. അവര് തന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു മാട്രിക്സ് ഉണ്ടാവും. അതിന്റെ ക്യാവിറ്റിയിലാണ് കോൺട്രോസൈറ്റ്സ് കാണുന്നത്. നമ്മുടെ വെർട്ടിബ്രേറ്റ്സിന്റെ എംബ്രിയോ സ്റ്റേജിൽ എന്തായിരിക്കും? മെയിൻലി കാർട്ടിലേജിനസ് ആയിരിക്കും കാണുന്നത്. പക്ഷെ അവർ അഡൽട്ട് ആവുമ്പോൾ എന്താവും? ബോൺസ് ആയിട്ട് അത് റീപ്ലേസ് ചെയ്യും. ഓക്കെ, വെർട്ടിബ്രേറ്റ്സിന്റെ എന്താണ് എംബ്രിയോണിക് സ്റ്റേജിൽ മോസ്റ്റ് ഇതിൽ കാർട്ടിലേജസ് ആണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അഡൽട്ട് സ്റ്റേജ് ആവുമ്പോൾ എന്ത് ചെയ്യും? ബോൺസ് ആയിട്ട് അത് റീപ്ലേസ് ചെയ്യും. പിന്നെ നമ്മുടെ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് കാർട്ടിലേജ് കാണാൻ പറ്റുക? നമ്മുടെ നോസിന്റെ ടിപ്പിൽ കാണാൻ പറ്റും, ഔട്ടർ ഇയർ ജോയിന്റ്സിൽ കാണാൻ പറ്റും. പിന്നെ എന്താണ്, വെർട്ടിബ്രൽ കോളത്തിന്റെ ഒക്കെ അതിനെ രണ്ടെണ്ണത്തിന് അഡ്ജസെന്റ് ആയിട്ടുള്ളതിനെ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് കാണാൻ പറ്റും. പിന്നെ എന്താണ്, ലിംസും ഹാൻഡ്സും ഒക്കെ അല്ലെ, അതിനൊക്കെ ജോയിൻ ചെയ്യുന്ന ഒരു അതിന്റെ രണ്ടെണ്ണത്തിന്റെ ഇടയിലായിട്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു കാർട്ടിലേജ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ബോൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാർട്ടിലേജിനെക്കാട്ടൊക്കെ കൂടുതലായിട്ട് എന്താണ്, ഒരു ഹാർഡ് ആയിട്ടുള്ള നോൺ പ്ലിയബിൾ ആയിട്ടുള്ള ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ് ആർക്കുള്ളത്? ബോൺസിനുള്ളത് അല്ലെ. അവർക്ക് എന്തുണ്ട്? കാൽഷ്യം സാൾട്സ്. എന്തുണ്ട്? കാൽഷ്യം സാൾട്സ് ഉണ്ട്. അതുപോലെ കാൽഷ്യം സാൾട്സ് ഉണ്ട്. അത് എന്താണ്, ഒരു ഡിഫറൻസ് ആണ് കേട്ടോ. കാൽഷ്യം സാൾട്സ് ഉണ്ട് ആർക്ക്? ബോൺസിന്. ഈ കാൽഷ്യം സാൾട്സും കൊളാജൻ ഫൈബേഴ്സും ഒക്കെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് സ്ട്രെങ്ത്, ഒരു ബോൺസിന്റെ ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഓക്കെ, ബോൺ സെൽസിന് എന്താ പറയാ? ഓസ്റ്റിയോസൈറ്റ്സ് എന്നാണ് പറയാ. എന്താണ്, ലാക്യുനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പേസിലാണ് എന്ത് കാണുന്നത്? ഓസ്റ്റിയോസൈറ്റ്സ് കാണുന്നത്. ഓക്കെ, ബോൺസ് മെയിൻ ആയിട്ട് എന്താ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രക്ചറൽ ഫ്രെയിം കൊടുക്കുന്ന ആരാണ്? ബോൺസ് ആണ്. സോഫ്റ്റ് ടിഷ്യൂസിനെയും ഓർഗൻസിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ബോൺസ് ആണ്. പിന്നെന്താ, നമ്മുടെ ലിംബ് ബോൺസ്, എന്നിട്ട് ഏറ്റവും വലിയ ബോൺസ് ഒക്കെ അതെന്താണ്? നമുക്കൊരു സ്ട്രെങ്ത്തിന്, പിന്നെ വെയിറ്റ്, നമ്മുടെ വെയിറ്റ് ഏറ്റവും കൂടുതൽ ബെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ബോൺസ് ആണ് അല്ലെ. പിന്നെന്താ, മസിൽ മൂവ്മെന്റ്സിന്, നമ്മുടെ സ്കെലറ്റൽ മസിൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ മസിൽ മൂവ്മെന്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, നമ്മുടെ ബ്ലഡിന്റെ ഇല്ലേ, ബ്ലഡ് സെൽസ് ഒക്കെ എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ബോൺ മാരോയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മൾ ബ്ലഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡ് എന്താണ്? ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിൽ എന്തുണ്ട്? പ്ലാസ്മ ഉണ്ട്. പിന്നെന്താണ്, ഈ RBC WBC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തുണ്ട്? ബ്ലഡ് കോർപ്പസ്കിൾസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെന്താ, ബ്ലഡ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ എന്താണ്, ഒരു എന്താണ് ട്രാൻസ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ഓക്സിജന്റെ എന്താണ് ട്രാൻസ്പോർട്ട്, അങ്ങനെയുള്ള ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മള് നെക്സ്റ്റ് എന്താണ്? മസിൽ ടിഷ്യൂ ആണ്. ഓക്കെ, മസിൽ ടിഷ്യൂ എന്ന് പറയുമ്പം ലോങ് ആയിട്ടുള്ള സിലിണ്ട്രിക്കൽ ഫൈബേഴ്സിനെ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ലോങ് ആയിട്ടുള്ള സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട്, ലോങ് ആയിട്ടുള്ള സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് പാരലൽ അറേഞ്ച്മെന്റ് ആണ് എന്ത്? മസിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഈ ഒരു മസിൽ ടിഷ്യൂവിന്റെ ഫൈബേഴ്സ് കുറേ എന്താ പറയാ, ന്യൂമറസ് ആയിട്ടുള്ള ഫൈബ്രിൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് എന്താ പേര് പറയാ? മയോ ഫൈബ്രിൽസ് എന്നാണ് പറയാ. എന്താണ് പറയാ? മയോ ഫൈബ്രിൽസ് എന്നാണ് പറയാ. ഈ ഒരു നമ്മുടെ ഈ
മസിൽസിന് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രാക്ഷൻ നടത്തിയിട്ട് ഷോർട്ടൻ ചെയ്യാനും അതുപോലെ തന്നെ അത് ആ ഒരു കൺട്രാക്ഷൻ നടന്ന് അതിനെ റിലാക്സ് ആവാനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബോഡിയുടെ ഒക്കെ മൂവ്മെന്റ് ഇതൊക്കെ ഇതാക്കുന്നത് ഇവരുടെ ഈ കൺട്രാക്ഷനും റിലാക്സേഷനും കൊണ്ടാണ്. ഓക്കെ, ഈ ഒരു കോർഡിനേറ്റ് ഫാഷനിൽ അവർ ഇതാക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മസിൽ മൂവ്മെന്റ്സ്. ഹലോ Sharanya, just wanted to interrupt in between. Farza, are you able to see the entire screen, or the left hand side of the screen is not clearly visible? Farza or Devananda? Can anybody please confirm? Sir, visible. Visible, Anna. Completely visible, Anna? Yes, sir. At the left side, the korcham missing, Allah. Zoom miss ആവുന്നുണ്ട് ലെഫ്റ്റ് സൈഡ്. Zoom and miss Anna. Okay, okay. Akshay, we'll just stop the class for just like 1 minute. We'll just change the angulation of the camera. Akshay, can you please do the same? Okay. Yeah, thank you. Students, what you can do is you can click on fit to frame. Okay, Farza, Devananda, just do one thing. Yes, sir. Right click and keep on select. There's an option called fit to frame. Once you do that, it will be clearly visible for you. Can you try once? Ipo okay na Farza? Yes, sir. Okay. Okay na? Okay. The fit to frame cheyambol it will be clear. Okay. Thank you for your time. Sharan ma'am, please continue. ഓക്കെ 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 അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മസിൽ ടിഷ്യൂസ് ഉണ്ട് അല്ലെ. അപ്പൊ മസിൽ ടിഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡി മൂവ്മെന്റ്സിൽ ഒരു ആക്റ്റീവ് റോൾ ആർക്കുണ്ട്, മസിൽ ടിഷ്യൂസിന് ഉണ്ട്. ലോങ് ആയിട്ടുള്ള സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് പാരലൽ എന്താണ് ഇതായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണ് ഫൈബ്രിൽസ് എന്ന് വെച്ചാൽ ന്യൂമറസ് എന്തുണ്ട്, ഫൈബ്രിൽസ് കൊണ്ടാണ് ഈ ഫൈബേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. മയോ ഫൈബ്രിൽസ് എന്ന് പറയും. ഇവരുടെ ഈ കൺട്രാക്ഷൻ, റിലാക്സേഷൻ അതാണ് നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യുന്നത്, മൂവ്മെന്റിനൊക്കെ ഇതാക്കുന്നത്. അപ്പം എന്താണ് ബോഡി മൂവ്മെന്റിന് ഒരു ആക്റ്റീവ് റോള് ആർക്കുണ്ട്, നമ്മുടെ മസിൽ ടിഷ്യൂസിന് ഉണ്ട്. ഓക്കെ, മസിൽ ടിഷ്യൂസ് നോക്കുവാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, സ്കെലറ്റൽ അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് വോളണ്ടറി മസിൽസ് എന്നൊക്കെ പറയുന്ന അങ്ങനെ എന്താണ് സ്ട്രയേറ്റഡ് മസിൽ ഉണ്ട്. പിന്നെ എന്താണ് സ്മൂത്ത് എന്ന് പറയുന്ന നോൺ സ്ട്രയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിസ്റൽ എന്ന് പറയുന്ന മസിൽ ടിഷ്യൂസ് ഉണ്ട്. പിന്നെ എന്താണ് കാർഡിയാക് മസിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഈ 3 ടൈപ്പ് ആയിട്ടാണ് എന്ത് മസിൽ ടിഷ്യൂസ് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സ്കെലറ്റൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് വോളണ്ടറി മസിൽസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ക്ലോസ്ലി അറ്റാച്ച്ഡ് സ്കെലറ്റൽ ബോണിലേക്ക് ക്ലോസ്ലി അറ്റാച്ച്ഡ് ആയിരിക്കും. നമ്മുടെ ഈ ബൈസെപ്സ് ഇതൊക്കെ ഈ ഒരു മസിൽസ് ഇല്ലേ നമ്മുടെ സ്കിന്നിന്റെ, അതെന്താണ് സ്കെലറ്റൽ മസിൽസ് ആണ്. നമ്മുടെ ബോൺസുമായിട്ട് ക്ലോസ്ലി എന്താണ് അറ്റാച്ച്ഡ് ആയിരിക്കും. പിന്നെ എന്താണ് അതിൽ സ്ട്രയേഷൻസ് പ്രസന്റ് ആണ്, പ്രസന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് ചെയ്യുന്നത്, സ്ട്രയേറ്റഡ് മസിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. പിന്നെന്താ നമ്മുടെ എന്താണ് ഇവര് സ്കെലറ്റൽ മസിൽ നമ്മുടെ എന്താണ് പാരലൽ അറേഞ്ച് ആയിട്ടാണ് ഇവരുടെ ബണ്ടിൽസ് എന്ന് വെച്ചാൽ ഈ ഫൈബേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, പാരലൽ ഫാഷനിലെ ബണ്ടിൽ ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് ഇങ്ങനെ കുറെ ഉള്ള ഈ ബണ്ടിൽസ് എന്ത് ചെയ്യും, പാരലൽ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള
ഈ ഒരു സ്കെലറ്റൽ മസിൽസിന്റെ ഫൈബേഴ്സ് എന്താവും, അങ്ങനെയുള്ള കുറെ ബണ്ടിൽസിനെ ഒരു ഷീത്ത് കൊണ്ട് കവർ ചെയ്യും. എന്താണ്, ഒരു കണക്റ്റീവ് ടിഷ്യൂന്റെ ഒരു ഷീത്ത്, ഒരു ടഫ് ഷീത്ത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു കവറിങ് കൊടുത്തിട്ടുണ്ടാവും അവർക്ക്. ഓക്കെ, എന്താണ് ഫൈബേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു പാരലൽ ഫാഷനിൽ ബണ്ടിലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ബണ്ടിൽസിന് എന്തുണ്ടാവും, ഒരു ഷീത്ത് കൊണ്ട്, ഒരു കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഒരു ഷീത്ത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു കവറിങ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മള് സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ നോൺ സ്ട്രേറ്റഡ് മസിൽസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗവും എന്തായിരിക്കും, ഇത്ര ഇത് വരില്ല. രണ്ട് ഭാഗവും എന്തായിരിക്കും, ടാപ്പേർഡ് എൻഡ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. എന്താണ്, ടാപ്പേർഡ് എൻഡ് ഉള്ള ഇവരായിരിക്കും ഇത് സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. അവർക്ക് മെയിൻ ആയിട്ട് അവരെ സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നോൺ സ്ട്രേറ്റഡ് എന്ന് പറയുന്നത് അവർക്ക് സ്ട്രയേഷൻസ് ഉണ്ടാവില്ല. പിന്നെന്താ, ഇവരും ഇതുപോലെ തന്നെ ഇവര് എന്താണ്, സെൽ ജംഗ്ഷൻസ് ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇവരെ ഇങ്ങനെ ഒരു ടുഗദർ ആയിട്ട് എല്ലാം കൂടി ഒരുമിച്ചായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്നത്. ഇങ്ങനെയുള്ള കുറെ ബണ്ടിൽസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടഫ് ആയിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എൻക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവര് മെയിൻ ആയിട്ട് കാണുന്ന എവിടെയാന്ന് വെച്ചാല് നമ്മുടെ എന്താണ്, ഇന്റേണൽ ഓർഗൻസിന്റെ വാൾസിലൊക്കെയാണ് ഇവർ മെയിൻ ആയിട്ട് കാണുന്നത്. ബ്ലഡ് വെസൽസ്, ഇന്റേണൽ ഓർഗൻസിന്റെ വാൾസിൽ ബ്ലഡ് വെസൽസ്, സ്റ്റൊമക്ക് ആൻഡ് ഇൻഡസ്റ്റൈൻ, ഇവിടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവരെ മെയിൻ ആയിട്ട് കാണുന്നത്. പിന്നെന്താ, ഇവരുടെ ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇപ്പൊ സ്ട്രേറ്റഡ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ എന്താണ്, ആ ഒരു മസിൽസിന്റെ മൂവ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഈ ഇന്റേണൽ ഓർഗൻസിന്റെ ആ ഒരു ഇതിൽ വരുന്ന ആ ഒരു ലൈനിങ് ആയിട്ടല്ലേ ഈ സ്മൂത്ത് മസിൽസ് ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കൺട്രോളിലുള്ള ഇതല്ല, ഇൻവോളണ്ടറി ആണ് അവര്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ കാർഡിയാക് മസിൽ ടിഷ്യൂസ് ആണ്, കൺട്രാക്ടൈൽ ടിഷ്യൂസ് ആണ്, അവര് ഇൻവോളണ്ടറി ആണ്. കൺട്രാക്ടൈൽ ടിഷ്യൂസ് ആണ്, ഇൻവോളണ്ടറി ആണ്. എവിടെ മാത്രമേ കാണുന്നുള്ളൂ, ഹാർട്ടിൽ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് അതെന്ത്, കാർഡിയാക് മസിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ, അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് മറ്റേ രണ്ട് ടിഷ്യൂസിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് എന്തുണ്ട്, ഇന്റർകലേറ്റഡ് ഡിസ്ക് ഉണ്ട്. ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ക് ഉണ്ട്. ഈ സെൽസിനെ, രണ്ട് സെൽസ് തമ്മിൽ വേർതിരിച്ച് വെക്കുന്ന ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ ഉണ്ട്. ഇവർക്ക് എന്താണ്, ഇവരൊരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സ്റ്റിമുലസ് വന്നു, എന്തെങ്കിലും ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു സെല്ലിൽ നിന്ന് ഈ ഒരു ഇന്റർകലക്റ്റഡ് ഡിസ്ക് വഴി എന്ത് ചെയ്യും, അത് ആ സിഗ്നൽ അടുത്ത സെല്ലിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്ത് പോകും. അവരൊരു യൂണിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഇതാണ് സ്ട്രയേഷൻസ് ഉള്ള എന്ത് സ്കെലറ്റൽ മസിൽ എന്ന് പറയുന്നത്. ഇത് സ്മൂത്ത് മസിൽസ് ആണ്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ എന്ത് കാണുന്നുണ്ട്, രണ്ട് സെൽസ് തമ്മിലുള്ള ഒരു എന്താണ്, ഒരു ഡിസ്ക് കാണുന്നുണ്ട്. ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജംഗ്ഷനിൽ, രണ്ട് സെൽസിന്റെ ജംഗ്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിസ്ക് പ്രസന്റ് ആണ്. ഇതാണ് എന്ത് ചെയ്യുന്നത്, കാർഡിയാക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. പിന്നെ ഇവർക്ക് എന്തുണ്ട്, സ്ട്രയേഷൻസ് ഇവർക്കും പ്രസന്റ് ആണ്. പക്ഷേ സ്മൂത്ത് മസിൽസ് നോക്കിയതാ, രണ്ട് സൈഡിലും ടാപ്പേർഡ് എൻഡ് ആണ്. അവർക്ക് എന്ത് കാണുന്നില്ല, സ്ട്രയേഷൻസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഏതാണ്, ന്യൂറൽ ടിഷ്യൂ ആണ്. ന്യൂറൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റെസ്പോൺസ്, നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഒക്കെ കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളൊരു തീയിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ പിൻവലിക്കാന്നുള്ളത്, ആ ഒരു റെസ്പോൺസ് എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ ന്യൂറൽ സിസ്റ്റം വഴിയല്ലേ നമുക്ക് ആ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവരാണ് ശരിക്കും എന്ത്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് ബോഡി, നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യുന്നത്. അതിന് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, ഈ ഒരു ന്യൂറൽ സിസ്റ്റത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിന്റെ സിംഗിൾ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂറോൺസ് ആണ്. ഓക്കെ, ന്യൂറോൺസും പിന്നെ ന്യൂറോഗ്ലിയ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടൈപ്പ് സെൽസ് ആണ് അതിൽ കാണുന്നത്. ന്യൂറോഗ്ലിയൽ സെൽസ് ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ന്യൂറൽ ടിഷ്യൂവിന്റെ ഏറ്റവും കൂടുതൽ പാർട്ടായിട്ട് കാണുന്നത് ന്യൂറോഗ്ലിയ എന്ന് പറഞ്ഞിട്ടുള്ള സെൽസ് ആണ്. ന്യൂറോൺസ് ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, യൂണിറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഈ ഒരു എക്സൈറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്മിഷൻ നടത്തുന്നത് ആരാണ്,
അല്ലെങ്കിൽ ഒരു സിഗ്നലിനെ കിട്ടി ആ ഒരു സിഗ്നലിനെ വേറൊരു ഇതിലേക്ക് പാസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിനെ നമ്മൾ എങ്ങനെ ചെയ്യണം ആ ഒരു സിഗ്നലിനെ പാസ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ന്യൂറോൺസ് ആണ്. ഇനി നമ്മൾ ന്യൂറോൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ന്യൂറോൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്ന ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടാവും. ആ ഒരു ഡെൻഡ്രൈറ്റ്സിൽ നിന്ന് ഈ ഒരു സൈറ്റോപ്ലാസം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലൂടെ എന്ത് ചെയ്യും? ആക്സോൺ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിലേക്ക് ആ ഒരു സിഗ്നൽ വരും. ആക്സോണിൽ നിന്ന് എവിടേക്കാണ്? ടെർമിനലിലേക്ക് പോകും. ടെർമിനലിൽ എത്തിയിട്ട് ഇവിടെ എന്തുണ്ട്? ഇവിടെ സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞിട്ടുള്ള നോബ്സ് ഉണ്ട്. ഈ ഒരു സിനാപ്റ്റിക് നോബിലേക്ക് എത്തും. എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ആ ഒരു അടുത്ത ഇതിലേക്ക് പാസ് ചെയ്യേണ്ട ഒരു ഇത് നടക്കുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു എന്താവുന്നത്? ഈ ഒരു സിഗ്നലിന്റെ പാസേജ് ഇതിലൂടെ ന്യൂറോണിലൂടെ നടക്കുന്നത്. ഓക്കെ, ഈ ഒരു പാർട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡെൻഡ്രൈറ്റ്സ് ഉണ്ടാവും. അതിൽ നിന്ന് വന്നിട്ട് ആക്സോണിലേക്ക് പാസ് ചെയ്യും. ആക്സോണിൽ നിന്ന് എക്സോണൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇതിലൂടെ വന്നിട്ട് എന്ത് ചെയ്യും? സിനാപ്റ്റിക് നോബിന്റെ അറ്റം വരെ ആ ഒരു ഇത് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്തതിലേക്കുള്ള പാസിങ് നടക്കും. ഓക്കെ, ന്യൂറോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? എൻഡ് ടു എൻഡ് എല്ലാ അതിലേക്കും എങ്ങനെ കണക്റ്റീവ് ടിഷ്യൂ വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? നെർവസ് ടിഷ്യൂസ് ഇവിടെ ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂസ് എവിടെയൊക്കെ കാണുന്നുണ്ട്? ബ്രെയിനില്, സ്പൈനൽ കോഡില് അങ്ങനെയുള്ള ഇതിലൊക്കെ എന്ത് കാണുന്നുണ്ട്? ഈ ഒരു നെർവസ് ടിഷ്യൂസ് കാണുന്നുണ്ട്. ഓക്കെ, ഫങ്ഷൻസ് എന്താണ്? ഒരു സ്റ്റിമുലൈ വരുമ്പോൾ നമുക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് തരുന്നുണ്ട്. പിന്നെ ബ്രെയിനിലേക്ക് അങ്ങനെയുള്ള ബോഡി പാർട്സിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതും ബ്രെയിനിൽ നിന്ന് തിരിച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഈ ഒരു നെർവസ് ടിഷ്യൂസ് തന്നെയാണ്. ഈ നെർവസ് ടിഷ്യൂസും മസ്കുലാർ ടിഷ്യൂസും ടുഗദർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ബോഡീന്റെ എന്ത് ചെയ്യുന്നത്? മൂവ്മെന്റ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ബോഡീന്റെ മൂവ്മെന്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയാണ്? നെർവസ് ടിഷ്യൂസും മസ്കുലാർ അല്ലെങ്കിൽ മസിൽ ടിഷ്യൂസും കമ്പൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? കോക്രോച്ചസ് എന്ന് പറയുന്നത്. കോക്രോച്ചിന്റെ ഒരു എന്താണ് അനാട്ടമി ഇതൊക്കെ വരുന്നതാണ്. ഓക്കെ, അതില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എടുത്തിട്ടുള്ള ഇത് ഏതാണ്? ടൈപ്പ് ഏതാണ്? പെരിപ്ലാനേറ്റ അമേരിക്കാന എന്ന് പറയുന്നതാണ്. അത് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ മോർഫോളജി അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചേഴ്സ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡിയുടെ ആനിമൽസ് ആണ്. ഇൻസെക്റ്റ ക്ലാസ് ഇൻസെക്റ്റ ആണ്. ഫൈലം ആർത്രോപോഡയാണ്. ക്ലാസ് ഇൻസെക്റ്റ ആണ്. ഫൈലം ആർത്രോപോഡയാണ്. അവര് ബ്രൈറ്റ് യെല്ലോയിലും റെഡിലും ഗ്രീനിലും ഒക്കെ കളറിലൊക്കെ അവർ കാണുന്നുണ്ട്. ഓക്കെ, കോമൺലി കാണുന്നത് ബ്രൗൺ ബ്ലാക്ക് ഇതിലാണ്. അവരുടെ ബോഡി സൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം 0.6 to 7.6 cm അത്രയും ഇതിൽ ആ ഒരു സൈസ് റേഞ്ചിൽ അവർ കാണുന്നുണ്ട്. പിന്നെ എന്താണ് സെൻസറി ഓർഗൻസ് ആയിട്ട് ആന്റിനാസും അങ്ങനെയുള്ളതൊക്കെ ഓർഗൻസ് ഒക്കെ കാണുന്നുണ്ട്. എന്തൊക്കെ കാണുന്നുണ്ട്? ലോങ് ആന്റിന കാണുന്നുണ്ട്, ലെഗ്സ് ഉണ്ട്. പിന്നെന്താ? അവര് നൊക്ടേണൽ ആയിട്ടുള്ള ഒംനിവോഴ്സ് ആണ്. എപ്പോഴാണ് അധികവും എന്താണ് രാത്രികളിൽ സഞ്ചാരമുള്ള ആ ഒരു സമയത്ത് ആക്റ്റീവ് ആയിട്ടുള്ള നൊക്ടേണൽ ആയിട്ടുള്ള ഒംനിവോഴ്സ് ആണ്. ഡാംപ് പ്ലേസസിലാണ് അധികവും അവരെന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. നമ്മൾ മോർഫോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് അവരുടെ ബോഡി എന്ന് പറയുന്നത് ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 റീജിയൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്ന് പറഞ്ഞിട്ട് 3 റീജിയൻ ആയിട്ട് അവരുടെ ബോഡി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ഹെഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹെഡിന് ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഹെഡ് ട്രയാങ്കുലർ ഷേപ്ഡ് ആയിട്ടുള്ള ഹെഡ് ആണ് ഇവർക്കുള്ളത്. അത് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ബോഡി ആക്സിസ് വെച്ച് നോക്കുമ്പോൾ അവരുടെ എന്താണ് ആന്റീരിയർ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ ബോഡി ആക്സിസ്. ആന്റീരിയറില് റൈറ്റ് ആംഗിൾസിൽ ആന്റീരിയറിൽ അത് എവിടെയാണ് ഉള്ളത്? ആന്റീരിയർലി റൈറ്റ് ആംഗിൾഡ് ആയിട്ട്
എവിടെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ബോഡി ആക്സിസ് എടുത്ത് നോക്കുമ്പോൾ മാൻറ്റീരിയൽ പാർട്ടിൽ റൈറ്റ് ആംഗിൾസിലാണ് എന്ത് കാണുന്നത്, അവരുടെ ട്രയാങ്കുലർ ഹെഡ് കാണുന്നത്. അത് ഹെഡ് എന്ന് പറയുമ്പോൾ ഇവരുടെ ലാർവൽ സ്റ്റേജിൽ ഒരു 6 എന്താണ് സെഗ്മെന്റ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ, അത് ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, 6 സെഗ്മെന്റിന്റെ ഫ്യൂഷൻ ആണ് എന്ത് ഇവരുടെ ഹെഡ്. ഓക്കെ, പിന്നെ അവർക്ക് എന്താണ് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ മൊബിലിറ്റി ഉണ്ട് ഹെഡിന്. ഓക്കെ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹെഡ് ആണ്. പിന്നെ എന്തുണ്ട്, കോമ്പൗണ്ട് ഐസ് കാണുന്നുണ്ട്, ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള ആന്റിനേസ് കാണുന്നുണ്ട്. പിന്നെന്താ, ആന്റിന എന്ന് പറയുന്നത് സെൻസറി ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. കോമ്പൗണ്ട് ഐസ് അവര് എന്താണ് മൊസൈക്ക് വിഷൻ കാണിക്കുന്നുണ്ട് അല്ലെ. പിന്നെ അവരുടെ ഓക്കെ ആന്റീരിയർ എൻഡ് ഓഫ് ദ ഹെഡ്, ആന്റീരിയർ എൻഡിൽ എന്ത് കാണുന്നുണ്ട്, ഒരു മൗത്ത് കാണുന്നുണ്ട്. അവരുടെ ഇതിന്റെ ആന്റീരിയർ എൻഡിലാണ് എന്ത് കാണുന്നത്, മൗത്ത് കാണുന്നത്. ആന്റീരിയർ എൻഡിലാണ് മൗത്ത് കാണുന്നത്. ഓക്കെ, എങ്ങനെയുള്ള മൗത്ത് ആണ്, ബൈറ്റിംഗ് ആൻഡ് ചൂയിങ്ങിന് വേണ്ടിയിട്ടുള്ള മൗത്ത് ആണ്. ബൈറ്റിംഗ് ആൻഡ് ചൂയിങ്, അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത്. ബൈറ്റിംഗ് ആൻഡ് ചൂയിങ്ങിന് പറ്റിയിട്ടുള്ള ആ ഒരു ടൈപ്പ് മൗത്ത് ആണുള്ളത് അവർക്ക്. മൗത്തിന്റെ പാർട്സ് നോക്കുകയാണെങ്കിൽ അതിന്റെ അപ്പർ ലിപ്പിനെ ലേബ്രം എന്നും ലോവർ ലിപ്പിനെ ലേബിയം എന്നാണ് പറയുന്നത്. അപ്പർ ലിപ്പിനെ ലേബ്രം എന്നും ലോവർ ലിപ്പിനെ ലേബിയം എന്നുമാണ് പറയുന്നത്. പിന്നെ എന്തുണ്ട്, ഒരു പേര് മാൻഡിബിൾസ് ഉണ്ട്, ഉണ്ട്. പിന്നെ ഒരു മാക്സിലെ എന്തൊക്കെ ഉണ്ട്, അപ്പർ ലിപ്പ് ലേബ്രം, ലോവർ ലിപ്പ് ലേബിയം, പിന്നെ ഒരു പേര് മാൻഡിബിൾസ് ഉണ്ട്, ഒരു മാക്സിലെ എന്ന് പറയുന്നിട്ടുള്ള ഇതൊക്കെ എന്തുണ്ട് അവരുടെ മൗത്തിന്റെ പാർട്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അവരുടെ ടങ്ങിന് എന്താ പറയാ, ഹൈപ്പോഫാരിങ്സ് എന്നാണ് പറയാ. ഓക്കെ, എന്താണ് ലേബിയം, ലേബ്രം, മാൻഡിബിൾസ്, മാക്സിലെ, പിന്നെന്താ ഹൈപ്പോഫാരിങ്സ്. ഹൈപ്പോഫാരിങ്സ് അവരുടെ ടങ്ങിന് എന്താണ് പറയാ, ഹൈപ്പോഫാരിങ്സ് എന്നാണ് പറയാ. പിന്നെ അടുത്ത നെക്സ്റ്റ് പാർട്ട് അവരുടെ ഹെഡ് കഴിഞ്ഞിട്ടുള്ള ഇത് ഏതാണ്, തൊറാക്സ് ആണ്. തൊറാക്സിനെ 3 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോതൊറാക്സ്, മീസോതൊറാക്സ് ആൻഡ് മെറ്റാതൊറാക്സ്. പ്രോതൊറാക്സ്, മീസോതൊറാക്സ് ആൻഡ് മെറ്റാതൊറാക്സ് എന്ന് പറഞ്ഞിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു നെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ ഹെഡിൽ നിന്ന് പ്രോതൊറാക്സ് അത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ്. ഒരു നെക്ക് എന്ന് പറയുന്ന ചെറിയ ഭാഗമുണ്ട്. ഈ തൊറാക്സിക് സെഗ്മെന്റ്, ഈ ഒരു 3 തൊറാക്സിക് സെഗ്മെന്റിലും ഓരോന്നിലും എന്തുണ്ട്, ഒരു പെയർ ഓഫ് ലെഗ്സ് കാണുന്നുണ്ട്. ഒരു സെഗ്മെന്റഡ് ലെഗ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എന്ത് പേര് വരുന്നത്, ആർത്രോപോഡ എന്ന് പറയുന്ന ആ ഒരു ഇത് പേര് വരുന്നത് എന്തുകൊണ്ടാണ്, ആ സെഗ്മെന്റഡ് ലെഗ്സ് കാണുന്നുണ്ട്. ഓക്കെ, വാക്കിംഗ് ലെഗ്സ് കാണുന്നുണ്ട്. പിന്നെ അവരുടെ എന്താണ് ഇവർക്ക് വിങ്സ് കാണുന്നില്ലേ, വിങ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വിങ് എവിടെ നിന്നാണ് വരുന്നത്, മീസോതൊറാക്സിൽ നിന്നാണ് ഇവരുടെ ഫസ്റ്റ് വിങ് വരുന്നത്. അത് ഭയങ്കര എന്താണ് കുറച്ച് ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു വിങ് ആയിരിക്കും. കുറച്ച് നീളമൊക്കെ കൂടിയിട്ടുള്ള ഒരു വിങ് ആണ് എന്ത് ഫസ്റ്റ് വിങ് എന്ന് പറയുന്നത്. എവിടെ നിന്നാണ്, ഫോർവിങ് വരുന്നത് മീസോതൊറാക്സിൽ നിന്നാണ്. ഒരു പെയർ ഓഫ് ഫോർവിങ് കാണും. പിന്നെ അവരുടെ മെറ്റാതൊറാക്സിൽ നിന്ന് എന്തുണ്ടാവും, ഹൈൻവിങ് ഉണ്ടാവും. അത് കുറച്ചുകൂടി എന്താണ് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള, അതാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലൈറ്റ് ആ ഒരു ഇതിന് സഹായിക്കുന്ന എന്താണ് മെറ്റാതൊറാക്സിൽ നിന്നുള്ള ഇതാണ്. ഓക്കെ, ഇപ്പൊ 9 മണി ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ഗ്രൂപ്പിലിടും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 9:30ക്ക് എന്ത് ചെയ്യാ, ഇത് എല്ലാം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം, ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാരും ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞോ? ഹലോ, ഹലോ, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണോ?
യെസ് മാം. ഓക്കെ, എല്ലാരും ചെയ്ത് കഴിഞ്ഞല്ലേ? ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതിന്റെ ആൻസർ എന്താ? ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഏതാണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട്സ് ഇസ് ആൻ എക്സ്ക്ലൂസീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിംഗ് ബീയിങ് അല്ലെങ്കിൽ ലിവിംഗ് തിങ്സ്? ഏതാണ് അതില്? സി. ആരെങ്കിലും ഏതാണ്? സി ആണോ? സി. ആ ഓക്കെ, സി ആണ്. സി ആണ് കേട്ടോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ബയോളജിക്കൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട്സ് വിത്ത്. എന്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. നിങ്ങൾ എന്താ എഴുതിയത്? നിങ്ങൾ അറ്റൻഡ് ചെയ്തത് പറഞ്ഞാൽ മതി. ശരിയാണോ തെറ്റാണോ? സെല്ലുലാറോ? ഏതാണ്? സെല്ലുലാർ ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ, നമ്മള് ഇത് ആ ഒരു ബയോളജിക്കൽ അത് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളിപ്പോ സെല്ലുലാർ തന്നെ പറയുമ്പം അതിലും ചെറുതായിട്ട് സെൽസ് ഒക്കെ എന്തുകൊണ്ടാ മേഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ആൻസർ വരിക എ ആണ്. എന്ന് വെച്ചാ സബ് മൈക്രോസ്കോപ്പിക് മോളിക്കുലാർ ലെവൽ എന്നുള്ളതാണ് വരിക. എന്ന് വെച്ചാൽ എല്ലാ ഓർഗാനിസത്തിന്റെയും സെല്ലും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ് ഇതൊക്കെ വെച്ചിട്ടല്ലേ. ഇവരെന്താ സബ് മൈക്രോസ്കോപ്പിക് മോളിക്കുലാർ ലെവലുള്ള ഇതല്ലേ അല്ലേ? അതാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നോ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ, എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? എന്താണ്? ദ ലിവിംഗ് ഓർഗാനിസംസ് can be exceptionally distinguished from the non-living things on the basis of their ability for. സെയിം ടൈപ്പുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരിക? റീപ്രൊഡക്ഷൻ. എന്താണ്? അൺഎക്സെപ്ഷണലി റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിഫൈനിങ് തിങ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടായിരുന്നോ? നമ്മൾ ഫസ്റ്റ് ആ ലിവിങ് വേൾഡ് നോക്കിയ സമയത്ത് നമ്മൾ എന്താണ് ലിവിങ് ഓർഗാനിസംസിന്റെ എന്താണ് ഡിഫൈനിങ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിഫൈനിങ് പാരാമീറ്റേഴ്സിൽ നമ്മൾ റീപ്രൊഡക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നോ? റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ലിവിങ് തിങ്സിന്റെ ഒരു എന്താണ് അൺഎക്സെപ്ഷണബിളി ഡിസ്റ്റിങ്ക്വിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിഫൈനിങ് ക്യാരക്ടർ ആവണം. കാരണം അതിന് എന്ത് പാടില്ല? ഡിഫറൻസ് അല്ലെങ്കിൽ ഡീവിയേഷൻ ഒന്നും വരാൻ പാടില്ല. പക്ഷെ റീപ്രൊഡക്ഷൻ എന്തുണ്ട്? നമ്മളെ മ്യൂൾസ് അല്ലെങ്കിൽ ഈ ഹ്യൂമൻസിൽ തന്നെ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ട്, വർക്കർ ബീസ് ഉണ്ട്. ഇവരൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ഓക്കെ, നമ്മൾ എ എന്ന് പറയുമ്പോൾ ഇതും നമ്മളിപ്പോ എന്താണ് ഡിഫൈനിങ് ഫീച്ചർ ആയിട്ട് പറയുമ്പോൾ നമ്മൾ റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഒരു ഡിഫൈനിങ് ഫീച്ചർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എയും ബിയും എന്താവും? കുറച്ചൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? രണ്ടും എന്താണ് റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ്നെസ് കാണിക്കുന്നതാണ് അല്ലെ? പക്ഷേ ഫസ്റ്റ് എ എന്ന് പറയുന്നത് എന്താണ്? റെസ്പോൺസീവ്നെസ് ടു ടച്ച് ആണ്. എന്തെങ്കിലും ഒരു ടച്ച് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു റെസ്പോൺസീവ്നെസ് എന്നുള്ളതാണ്.
ഓക്കെ, എല്ലാ ഓർഗാനിസംസും അവരെ ഒന്ന് ടച്ച് ചെയ്യുമ്പം അവരെന്തെങ്കിലും ഒരു റെസ്പോൺസ് ചെയ്യണമെന്ന് നിർബന്ധമാണോ എന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, സെയിം ഇതിൽ വരുന്നത് തന്നെയാണ്, എന്താണ്, ഇന്ററാക്ഷൻ വിത്ത് ദ എൻവയോൺമെന്റ് ആൻഡ് പ്രോഗ്രസീവ് എവല്യൂഷൻ. എൻവയോൺമെന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻ, എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് വന്നാൽ അവർ എന്തെങ്കിലുമൊക്കെ റെസ്പോൺസ് ചെയ്യും. ബട്ട് അത് എന്താവണമെന്നില്ല, ഒരു ടച്ച് ചെയ്താൽ അത് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതിന് കൊടുക്കുന്ന റെസ്പോൺസ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇത് രണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ആണെങ്കിലും എല്ലാ ലിവിങ് തിങ്സും ഈ ഒരു ടച്ചിനോട് റെസ്പോണ്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എൻവയോൺമെന്റിനോട് എന്തെങ്കിലുമൊക്കെ റെസ്പോൺസ് അവർ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഏതാ വരിക, ഈ ഒരു ഇന്ററാക്ഷൻ വിത്ത് ദ എൻവയോൺമെന്റ് ആൻഡ് പ്രോഗ്രസീവ് എവല്യൂഷൻ അല്ലേ. റീപ്രൊഡക്ഷൻ എന്തല്ല, ഒരു ഡിഫൈനിങ് ഫീച്ചർ അല്ല, അപ്പൊ അതെന്തായാലും വരില്ല. പിന്നെന്താ, ഗ്രോത്ത് ആൻഡ് മൂവ്മെന്റ്. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഡിഫൈനിങ് ഫീച്ചർ അല്ല അല്ലെ. ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരും കാണിക്കും, നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സും കാണിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇതിന് ആൻസർ എന്താ വരിക, select the correctly written scientific name of mango which was first described by Carolus Linnaeus. ഇവിടെ ഒരു ഇത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, എന്താണ്, ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുടെ പേരും കൂടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഇത് വായിക്കുമ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വരുന്നത്, കറക്റ്റ് ആയിട്ട് വരുന്നത് തോന്നുന്നത്, വേഗം പറഞ്ഞേ. ബി. ഇവിടെ ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്, എന്താണ്, ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് കരോളസ് ലിനേയസ് ആണെന്ന് അവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് കരോളസ് ലിനേയസ് ആണ്, അവിടെ എടുത്ത്. ഏതാണ്, ഡി ആണോ? നമ്മള് ബി അല്ല, ഇതിന് ശരിക്കും ആൻസർ വരിക എ ആണ്. കാരണം എന്താ, നമ്മുടെ സയന്റിഫിക് അതിന്റെ ഒരു റൂള് വരുമ്പോ ഫസ്റ്റ് ജീനസ് സ്പീഷീസ് ഉണ്ട്, കറക്റ്റ് ആണ് അല്ലെ, കറക്റ്റ്. ഇതിന് ജീനസ് സ്പീഷീസ് ഇതൊക്കെ കറക്റ്റ് ആണ്, എല്ലാം ക്യാപിറ്റൽ സ്മോൾ ഇതൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം അവർ എടുത്തു കൊടുത്തിട്ട് എന്താണ്, ഡിസ്ക്രൈബ്ഡ് ബൈ കരോളസ് ലിനേയസ് ആണ് അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പം ഇതിൽ കുറച്ചുകൂടി ഇത് കറക്റ്റ് ആണ് ശരിക്കും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുമ്പം ഇവർ എന്തും കൂടി തന്നിട്ടുണ്ട്, ലിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, സയന്റിസ്റ്റിന്റെ പേര് അതിന്റെ അബ്രിവിയേറ്റഡ് ഫോമിൽ എന്ത് കൊടുക്കും, അതിന്റെ ലാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെ, സയന്റിസ്റ്റിന്റെ പേര് അത് കണ്ടുപിടിച്ച് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുടെ പേര് എന്ത് ചെയ്യും, അബ്രിവിയേറ്റഡ് ഫോമില് കൊടുക്കും ഇല്ലേ. അപ്പൊ ഈ ഒരു ഇത് എടുത്തു തന്നുകൊണ്ട് തന്നെ ഇതായിരിക്കില്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. കിട്ടിയോ, മനസ്സിലായോ? ഓക്കെ, ഇത് വരില്ല. കാരണം എന്താ, ഇങ്ങനെയല്ല നമ്മൾ അബ്രിവിയേറ്റഡ് ഫോമിൽ എഴുതാറുള്ളത്. ലിനേയസിന്റെ ലിൻ എന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, അബ്രിവിയേറ്റഡ് ഫോമിൽ നമ്മൾ എഴുതാറുള്ളൂ. ഇത് കറക്റ്റ് ആണ്, പക്ഷെ എന്താണ് ഇവിടെ ഇത് എടുത്തു തന്നുകൊണ്ട് തന്നെ ഈ ഒരു ഇത് ഉള്ളത് കൊണ്ട് ഇത് രണ്ടും കറക്റ്റ് അല്ലേ. അപ്പം ഇത് എടുത്തു തന്നുകൊണ്ട് ഇതായിരിക്കും മോർ ക്ലോസ്ലി ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, which of the following is against the rules of ICB and ICB ന്റെ റൂൾസിന് against ആയിട്ടുള്ളത്, വേഗം പറഞ്ഞ, ഇതിൽ ഏതാ വരുന്നത്, എന്താണ്, ഡി അല്ലേ. ജനറിക് ആൻഡ് സ്പെസിഫിക് നെയിംസ് ഷുഡ് ബി റിട്ടേൺ സ്റ്റാർട്ടിംഗ് വിത്ത് സ്മോൾ ലെറ്റേഴ്സ്. സ്മോൾ ലെറ്റേഴ്സിൽ രണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്മോൾ ലെറ്റേഴ്സിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ മീൻസ് അത് തെറ്റാണ്, അതല്ല വരുന്നത്. ഓക്കെ, okay, എന്താണ്, nomenclature is governed by certain universal rules. Which one of the following contrary to the rules of nomenclature? നോമൻക്ലേച്ചറിന്റെ റൂൾസിന് ഇതും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തന്നെയാണ്, കോൺട്രാറി എന്നാണ് അവർ ഉദ്ദേശിച്ചതെന്നുള്ളൂ. നോമൻക്ലേച്ചറിന്റെ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് ഇതിൽ വരുന്നത്, എന്താണ്, ഏതാണ്, ഡി അല്ലേ ഉദ്ദേശിച്ചേ? ഡി കറക്റ്റ് ആണ്. കാരണം എന്താ, ബയോളജിക്കൽ നെയിംസ് എല്ലാ ലാംഗ്വേജിലൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല അല്ലെ. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. ഓക്കെ, ദ പ്രാക്ടിക്കൽ പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിംഗ് ഓർഗാനിസം ഈസ് ടു, എന്തിനാണ് പ്രാക്ടിക്കൽ പർപ്പസ് ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ,
ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. വേഗം പറഞ്ഞേ, വേഗം വേഗം വേഗം. സി ഏതാണ്? സി ആണോ ഉദ്ദേശിച്ചേ? സിയോ? നമ്മളിപ്പോ ഡി ഓക്കെ, സി എന്ന് പറഞ്ഞില്ലേ, സി എന്ന് പറയുമ്പോൾ നെയിം ഓഫ് ദ നെയിം ദ ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നതിന് നോമൻക്ലേച്ചർ എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ്റെതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡി ആണ്. ഡി പറഞ്ഞത് ആരാണെങ്കിലും അതാണ് കേട്ടോ കറക്റ്റ് ആൻസർ. കാരണം എന്താണ്, അൺനോൺ ഓർഗാനിസംസിനെയൊക്കെ നമ്മൾ അന്നേ പറഞ്ഞിട്ടായിരുന്നു, അൺനോൺ ഓർഗാനിസംസിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാനൊക്കെ എന്താണ് അതിനെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഈ ഒരു ക്ലാസിഫിക്കേഷന് കുറച്ചുകൂടി അവരുടെ സ്റ്റഡീസ് കുറച്ചുകൂടി ഈസി ആക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? സി അല്ല കേട്ടോ. സി എന്ന് പറഞ്ഞ സി എന്താണ് നെയിം ദ ലിവിങ് ഓർഗാനിസംസ് ആണ്. ലിവിങ് ഓർഗാനിസത്തിന് പേര് കൊടുക്കുന്ന അതിന് എന്താ പറയുന്നത്? അന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. നോമൻക്ലേച്ചർ ആണ്. നോമൻക്ലേച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഫസ്റ്റും സെക്കൻഡും എന്തായാലും ആവാൻ ചാൻസ് ഇല്ല അല്ലേ? അപ്പൊ പിന്നെ എന്താണ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അൺനോൺ ഓർഗാനിസംസിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഗ്രൂപ്പ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതാണ് ഈ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കിട്ടിയില്ലേ? ഓക്കെ. an important criterion for modern day classification is എന്താണ്? പെട്ടെന്ന് പറഞ്ഞേ, സമയം പോകുന്നു. നമുക്ക് 50 ക്വസ്റ്റ്യൻ ഡിസ്കസ്. വേഗം പറഞ്ഞേ, ഇതിൽ ഏതാ വരിക? ഏതായിരിക്കും? വല്ല ഐഡിയ ഉണ്ടോ? ക്ലാസിഫിക്കേഷന് നമ്മൾ എന്തൊക്കെയാ നോക്കുന്നത്? നമ്മൾ പണ്ട് എന്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു? മോർഫോളജിന്റെ റിസംബ്ലൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് വന്നത് ഇപ്പൊ മോഡേൺ ഡേയിൽ ഉപയോഗിക്കുന്ന ഇതിന് ഏറ്റവും കൂടുതലായിട്ട് വന്നത് ഏതാണ്? ഏതായിരിക്കും? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. ഇപ്പൊ റിസംബ്ലൻസ് മാത്രം, മോർഫോളജിയിലുള്ള റിസംബ്ലൻസ് മാത്രമാണ് നോക്കുന്നത്. ഇനി ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് കേട്ടോ. കാരണം എന്താ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മോഡേൺ ഡേ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടാക്സോണമി എന്നൊക്കെ പറയുന്നത് എന്താണ്, അനാട്ടമിക്കൽ, സൈറ്റോളജിക്കൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം കൂടി നോക്കുന്നുണ്ട്. വെറും മോർഫോളജിക്കൽ ആയിട്ട്, വെറും സൂപ്പർഫിഷ്യൽ ആയിട്ട് കാണുന്ന ആ ഫീച്ചേഴ്സ് മാത്രമല്ല എടുക്കുന്നത്, അവരുടെ അനാട്ടമി കൂടി നോക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ സൈറ്റോളജി അങ്ങനെയുള്ള എംബ്രിയോളജി അങ്ങനെ കുറെ ഇത് കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കിട്ടിയോ? മനസ്സിലായോ? ഹലോ, ഓക്കെ, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നോ? Okay. Next question, in taxonomic categories, which hierarchical arrangement in descending order is correct in case of animals? Animals in the case descending order ഏതാണ്? D ആണ് correct. D correct ആണ്. D ആണ് correct. Okay, kingdom, phylum, class, order, family, genus, species. അതാണ് correct order. ഇത് ascending order ആയിരുന്നെങ്കിൽ എങ്ങനെയാ വരിക? Ascending order ആയിരുന്നെങ്കിൽ അതെങ്ങനെയാ വരിക? സ്പീഷ്യസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതന്നെ, സ്പീഷ്യസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകും. ഓക്കെ, match the column 1 with column 2 for housefly classification. houseflyന്റെ ക്ലാസിഫിക്കേഷന്റെ ഇതാണ് തന്നിട്ടുള്ളത്. കറക്റ്റ് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാ, അത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതാണ് നിങ്ങൾ ആക്കിയിട്ടുള്ളത്? എന്താണ്? ബി ആണോ? ബി ആണോ പറഞ്ഞത്? ഇടയിൽ ഞാനൊരു എയും കേട്ടു. എ ആണെങ്കിൽ കറക്റ്റ് ആണ് കേട്ടോ. കാരണം എന്താണോ, നമ്മൾ ജസ്റ്റ് ഒരു ഇത് നോക്കിയാൽ നമുക്ക് ഇത് എന്തറിയാം, ഫൈലം ആർത്രോപോഡ ആണെന്ന് നമുക്ക് അറിയാം അല്ലെ? അതറിയില്ലേ? ഫൈലം ആർത്രോപോഡ. അപ്പൊ ഡി എന്താണ്? 2 ആണ്. D2 വരുന്ന ഇതിൽ ആകെ ഒറ്റ ഉള്ളൂ അല്ലേ? അപ്പൊ അതന്നെയാണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളത് നോക്കിയില്ലേലും വേണ്ടില്ല. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഒന്ന് നോക്കുക. എന്നിട്ട് ആൻസറിൽ അതിൽ ഏതാണോ ഉള്ളതെന്ന് നോക്കിയാൽ മതി. ഫുൾ എടുത്ത് നോക്കണമെന്ന് നിർബന്ധമില്ല.
നിർബന്ധമില്ല എന്നല്ല, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാനൊന്ന് നോക്കിക്കോളാം കേട്ടോ. ലിനേയസ് ഈസ് ക്രെഡിറ്റഡ് വിത്ത്, എന്തിനാണ് ലിനേയസിന് ക്രെഡിറ്റ് കിട്ടി? ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. പിന്നെ എ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസ് വിത്ത് സിമിലർ ട്രേറ്റ്സ് ഓഫ്, ഏതാണ്? ഡി ആണോ? ഡി ആണെങ്കിൽ കറക്റ്റ് ആണ്, കാരണം ടാക്സോൺ ടാക്സോൺ ഏതെങ്കിലും ഒരു ടാക്സോൺ അതിലല്ലേ സിമിലർ ട്രേറ്റ്സ് ഉള്ള ആനിമൽസും പ്ലാന്റ്സും ഇതൊക്കെ ഉണ്ടാവുന്നത്, അത് കറക്റ്റ് ആണ്. ഓക്കെ, ബൈലാറ്ററലി സിമെട്രിക്കൽ ആൻഡ് അസീലോമേറ്റ് ആനിമൽസ് ആർ എക്സംപ്ലിഫൈഡ് ബൈ, ഏതാണ്? അസീലോമേറ്റ്സ്, അസീലോമേറ്റ് ഏതാണ്? ആൻസറിൽ ഏതാ പറയുന്നത്? അയ്യോ, എനിക്ക് ക്ലിയർ ആയില്ലല്ലോ. എ ആണോ ഉദ്ദേശിച്ചത്? പ്ലാറ്റി ഹെൽമിന്തസ് ആണോ ഉദ്ദേശിച്ചത്? പ്ലാറ്റി ഹെൽമിന്തസ് ആണ്, കാരണം അസീലോമേറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. അഷൽമിന്തസ് മുതൽ താഴോട്ട് എന്താണ്? അഷൽമിന്തസ് സ്യൂഡോസിലോമേറ്റ് ആണ്, താഴെയുള്ളത് മൊത്തം എന്താണ്? സിലോമേറ്റ്സ് ആണ്. അതെ. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഓക്കെ, എന്തൊക്കെയാണ്? ഓർഗൻ സിസ്റ്റം, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബൈലാറ്ററൽ സിമെട്രി, ട്രൂ സിലോമേറ്റ് ആൻഡ് സെഗ്മെന്റേഷൻ ഓഫ് ബോഡി. ഏതാണ്? ബി അല്ലേ? ബി ആണോ? ഓക്കെ, ബി ആണെങ്കിൽ അത് കറക്റ്റ് ആൻസർ ആണ്. അനലിഡേ, ആർത്രോപോഡയും കോർഡേറ്റയും അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, which of the following group of animal is bilaterally symmetrical and triploblastic? bilaterally symmetrical ഉം triploblastic ആയിട്ടുള്ള ഏത് ഗ്രൂപ്പ് ആണ് അതിലുള്ളത്? വേഗം പറഞ്ഞേ. അതെ, അഷൽമിന്തസ് ആണ്. പിന്നെ സീലോം ഫൗണ്ട് ബിറ്റ്വീൻ എവിടെയാണ് കാണുന്നത്? കറക്റ്റ് ആണ്. എന്താണ്? ഡി ആണോ? ഗട്ട് വാളിനും ബോഡി വാളിനും ഇടയിലാണ് എന്ത് കാണുന്നത്? അല്ലേ? ഗട്ട് വാളിനും ബോഡി വാളിനും ഇടയിലല്ലേ കാണുന്നത്? ഓക്കെ, പോറിഫറയില് എന്തുണ്ട്? സ്പോഞ്ചോസില് ഒരു ഫ്ലജലേറ്റഡ് സെൽസ് കൊണ്ട് ലൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സെൽസ് ആണ്? സി കറക്റ്റ് ആണ്. ഓക്കെ, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടേം ടു ഡിസ്ക്രൈബ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ഒബീലിയ. ഒബീലിയന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഏതാണ്? ബി അല്ലേ? ബി കറക്റ്റ് ആണ്. മെറ്റാജനസിസ്, അവർക്ക് പോളിപ്പും മെഡിസി ആയിട്ടുള്ള 2 ഫോമില് ലൈഫ് ഉണ്ട്. പിന്നെ എന്താ സ്പെഷ്യൽ ക്യാരക്ടർ ഓഫ് സീലൻഡ്രേറ്റ്സ് ഈസ് എന്താണ്? സീലൻഡ്രേറ്റയ്ക്ക് വേറൊരു പേരും കൂടി ഉണ്ട്. നിഡേറിയ. നിഡേറിയയിൽ എന്തുണ്ട്? നിഡോബ്ലാസ്റ്റ് ഉണ്ട്. നിഡോബ്ലാസ്റ്റിൽ ഈ ഒരു സാധനം, ഏതോ ഒരു സാധനം നിഡോബ്ലാസ്റ്റിൽ. സീലൻഡ്രേറ്റിന്റെ വേറൊരു പേര് നിഡേറിയ എന്നാണ്. നിഡേറിയക്ക് നിഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്, അല്ല ഒരു ഇതുണ്ട്. അതില് ഈ കിടക്കുന്ന ഏതോ ഒരു സാധനം അതിൽ കിടക്കുന്നുണ്ട്. എന്താണ്? നിമാറ്റോസൈറ്റ്സ് ആണ്. നിമാറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലേ? അതിന് പ്രേനെ ഇമ്മൊബിലൈസ് ആക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നിമാറ്റോസൈറ്റ് ആണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. കിട്ടിയോ? മനസ്സിലായോ സംഭവം എന്താന്ന്? ഒന്നുകൂടി പറയോ? സീലൻഡ്രേറ്റ എന്ന് പറയുന്നത് എന്താണ്? നിഡേറിയ അല്ലേ? നിഡേറിയയിൽ നിഡോബ്ലാസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? നിഡോബ്ലാസ്റ്റിൽ നിമാറ്റോസൈറ്റ്സ് ഉണ്ട്. നിമാറ്റോസൈറ്റ്സ് എന്താണ്? ഒരു സ്റ്റിങ്ങിങ് സബ്സ്റ്റൻസ് ആണ്. അതെന്ന് വെച്ചാൽ പ്രേയിലേക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഡിഫെൻസ് ചെയ്യാനൊക്കെ, അതിനെന്തെങ്കിലും ആക്രമിക്കാൻ വന്നാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ അതിന് പ്രേ ആരെങ്കിലും ഒന്ന് പിടിച്ച് ആ ഭക്ഷണമാക്കാനോ അതിനെന്ത് ചെയ്യും? ആ ഒരു ഓർഗാനിസത്തിലേക്ക് ഇതിനെ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയാവുമ്പോൾ എന്ത് ചെയ്യും? ആ ഓർഗാനിസം ഇമ്മൊബിലൈസ് ആയിട്ട് നിൽക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നിമാറ്റോസൈറ്റ്സ് ആണ്. ഓക്കെ,
ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? Yes, ma'am. Yes, ma'am. Okay. Planaria possess high capacity of B. Regeneration. അതന്നെ റീജനറേഷൻ ആണ് അതിന് എക്സാമ്പിൾ. അല്ല ശരി, അതിന് ആൻസർ. പിന്നെ one example of an animal having a single opening to the outside that serves both as mouth as well as anus is. എന്ന് വെച്ചാൽ ഒരൊറ്റ ഓപ്പണിംഗ് ഉള്ളൂ, മൗത്തും ആയിട്ടും ആനസ് ആയിട്ടും അത് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇതിൽ ഏതാണ് അത് വരിക? പെട്ടെന്ന് പറഞ്ഞേ, സമയം ഇപ്പൊ കഴിയും. ഏതാണ് വരിക? ഒക്ടോപ്പസ് ആണോ, അസ്റ്റേരിയസ് ആണോ, സിഡിയ ആണോ, പാഷിയോളയാണോ? ഈ ഇത് കാണിക്കുന്നത് ആരാണ്? ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇതിൽ ആരാണ് പ്ലാറ്റി ഹെൽമിന്തസിൽ ഉള്ളത്? ആരാണ്? ആർക്കെങ്കിലും അറിയോ? പാഷ്യൂള കറക്റ്റ് ആണ്. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. The excretory structures of flatworms അല്ലെങ്കിൽ ടേനിയ എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ്. ഫ്ലാറ്റ്വർംസിന്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ. ഫ്ലാറ്റ്വർംസ് എന്ന് പറയുന്നത് ആരാണ്? പാൻഡിഹെൽമിന്തസ്. അപ്പൊ ഫ്ലെയിം സെൽസ്. അതന്നെ അവരുടെ ഫ്ലെയിം സെൽസ് ആണ്, കറക്റ്റ് ആണ്. പിന്നെന്താ? Which one of the following statements about certain given animals is incorrect? Is correct? ഏതാണ്? എ ആണ് കറക്റ്റ്. കാരണം നമ്മൾ പറഞ്ഞു പ്ലാറ്റിഹെൽമിന്തസ് അസീലോമേറ്റ് ആണ്, അത് കഴിഞ്ഞു വരുന്ന അഷൽമിന്തസ് സ്യൂഡോസീലോമേറ്റ്സ് ആണ്, താഴേക്കുള്ള എല്ലാവരും സീലോമേറ്റ്സ് ആണ്. പിന്നെന്താ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫൈലം അനലിഡ? ഏതാണ് അനലിഡന്റെ അല്ലാത്തവർക്ക്? അതന്നെ സ്യൂഡോസീലം അവര് കാണിക്കുന്നില്ല. എന്താ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ദ ഫാമിലി മെസിഡേ? ഇതില് പെട്ടെന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് നല്ലോണം അറിയുന്നതാണ്. ഹൗസ് ഫ്ലൈ ആണ്. Okay, which of the following features is not present in the phylum Arthropoda? ആർത്രോപോഡയിൽ കാണാത്തൊരു ഫീച്ചർ. പാരാപോഡിയ ആണ് കാണാത്തത്. Okay. The animal with bilateral symmetry in young stage and radial pentamerous symmetry in the അല്ലെങ്കിൽ radial symmetry in the Echinodermata ആണ്. Okay. Which of the following statements are true for the phylum Chordata? ഇതിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കോർഡേറ്റയ്ക്ക് ട്രൂ ആയിട്ടുള്ളത്? സെക്കൻഡും തേർഡും ആണ്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ്? എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള സി അല്ലേ? സി അല്ലേ? ഇവിടെ ഓക്കെ കറക്റ്റ് ആണ്. In which of the following notochord is present in the embryonic stage? C. കോഡേറ്റ്സിന്റെ ജനറൽ ഫീച്ചർ എന്താ ഒന്ന് പറഞ്ഞേ? നോട്ടോകോഡ് പ്രസന്റ് ആണെന്നല്ലേ? എന്താണ്? നോട്ടോകോഡ് പ്രസന്റ് ആയിട്ടുള്ളവരെയാണ് എന്ത് പറയുന്നത്? കോഡേറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? എല്ലാ കോഡേറ്റ്സിനും വെർട്ടിബ്രയ്ക്ക് അവരുടെ എംബ്രിയോണിക് സ്റ്റേജില് ഉണ്ട്. എംബ്രിയോണിക് സ്റ്റേജിൽ ഉണ്ട്, വെർട്ടിബ്രേറ്റ് ആണ്. പക്ഷെ അവരുടെ ലാർവൽ സ്റ്റേജിൽ എന്താണ്? ലാർവൽ സ്റ്റേജിലെ എല്ലാ കോർഡേറ്റ്സിലും എന്തുണ്ട്? ലാർവയുടെ സ്റ്റേജിലെ എല്ലാ കോർഡേറ്റും എന്തുണ്ട്? എന്താണ്? എംബ്രിയോണിക് സ്റ്റേജ് അല്ലെങ്കിൽ ലാർവൽ സ്റ്റേജിൽ എല്ലാ കോഡേറ്റ്സിനും എന്തുണ്ട്? നോട്ടോകോഡ് പ്രസന്റ് അല്ലേ? യൂറോകോഡേറ്റ് എപ്പോഴാണ് കാണുന്നത്? ലാർവൽ സ്റ്റേജിൽ മാത്രം അല്ലെ? അതിന്റെ ടെയിലില്. സെഫാലോകോഡേറ്റ്സിൽ അതിന്റെ ലാർവൽ സ്റ്റേജിൽ എപ്പോ കാണുന്നുണ്ട്? ലാർവൽ സ്റ്റേജ് ത്രൂ ഔട്ട് ലൈഫും കാണുന്നുണ്ട്. ലാർവൽ സ്റ്റേജിൽ കാണുന്നില്ലേ അപ്പോ? അതുപോലെ തന്നെ വെർട്ടിബ്രേറ്റ്സിലും കാണുന്നുണ്ട് അല്ലെ? വെർട്ടിബ്രേറ്റ്സിൽ എംബ്രിയോണിക് സ്റ്റേജിലല്ല, പിന്നെ അത് മാറ്റി റീപ്ലേസ് ആവുന്നു. എന്താണ്? വെർട്ടിബ്രൽ കോൾ ആയിട്ട് മാറുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഇതില് എല്ലാ കോഡേറ്റ്സിലും കാണുന്നില്ലേ?
അവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ അല്ലെങ്കിൽ ലാർവൽ ആ ഒരു സ്റ്റേജിൽ എല്ലാവർക്കും കാണുന്നില്ലേ? യെസ് മാം. ഓക്കെ, ഒരു ജോലസ് ഫിഷ് എന്താണ് ഫ്രഷ് വാട്ടറിൽ എഗ് ലേ ചെയ്യുകയും പിന്നെ എന്താണ് അവിടെ എന്താ ലാർവ ഇതായിട്ട് പെട്രോമൈസിൻ. ഓക്കെ, പെട്രോമൈസിൻ തന്നെയാണ് കറക്റ്റ് ആൻസർ. ലോങ് ബോൺസ്, ലോങ് ഹോളോ ആയിട്ടുള്ള ബോൺസ് കണക്റ്റഡ് ബൈ എയർ പാസേജ് ഏതിലാണ് കാണുന്നത്? എന്താണ്? ഏബ്സിലാണ് കാണുന്നത്. Which among this is the correct combination of aquatic mammals? Aquatic mammals ന്റെ correct combination. ട്രൈഗൺ ഇതിലാണോ വരുന്നത്? മാമൽ ആണോ? അല്ല, ഇതിൽ സി ആണ് കേട്ടോ അതിന് ആൻസർ ആയിട്ട് വരുന്നത്. വെയിൽസ്, ഡോൾഫിൻസ്, സീൽസ് ഒക്കെയാണ് വരുന്നത്. അതിനകത്താണ് സി ആൻസർ ആയിട്ട് വരുന്നത്. Identify the types of cell junctions that help to stop the leakage of the substances across the tissue. ഏതാണ്? ബി ആണോ? ബി ആണോ? ഓക്കെ, അത് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, Goblet cells of alimentary canal are modified form of from എന്തിൽ നിന്നാണ്? എ ആണ്, columnar epithelial cells ആണ്. Okay, cuboidal epithelium with brush border of microvilli is found in the cuboidal epithelium എവിടെയായിരുന്നു കൂടുതലായിട്ട് കാണുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു? എവിടെയായിരുന്നു? നെഫ്രോൺസിലല്ലായിരുന്നോ? എന്താണ്? ഓക്കെ, അതുകൊണ്ട് തന്നെ മൈക്രോവില്ലയുള്ള ആ ഒരു ഇത് എവിടെയാണ്? മൈക്രോവില്ലയുള്ള ആ ഒരു ഇത് ക്യൂബോയിഡൽ എപ്പിത്തീലിയംസ് എന്താണ് PCL പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നെഫ്രോൺസിന്റെ? ഓക്കെ. Ciliated epithelial cells are required to move the particles നെ എന്താണ് മൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Ciliated epithelial cells ഒരു സ്പെസിഫിക് ഡയറക്ഷനിലേക്ക്. ഹ്യൂമൻസിൽ ഇത് എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഏതിലാണ്? ഇതിലെ വേഗം പറഞ്ഞേ. Ciliated epithelial cells. ഓക്കെ, സി അല്ലേ? സി ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ഇതിൽ കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ഒരു പെയർ ഉണ്ട്. അത് ഏതാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ഒരൊറ്റ പെയറേ ഉള്ളൂ. ഏതാണ്? ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺസിൽ ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണുന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ അല്ലേ? കേൾക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മാറിപ്പോയത്. ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയർ എന്ന് രാവിലെ പറഞ്ഞിട്ടേ ഉള്ളൂ. ടെൻഡൻ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണോ? അല്ല, അഡിപ്പോസ് ടിഷ്യൂ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണോ? അപ്പൊ സി കറക്റ്റ് ആണോ? കാർട്ടിലേജ് എന്തായാലും എന്തല്ല, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ അല്ല. അപ്പൊ സി എന്താ? സി ആണ് കറക്റ്റ്. കോക്രോച്ചിന്റെ വേണ്ട, നമുക്ക് അടുത്ത ടെസ്റ്റിൽ നോക്കാം. Which of the following statements wrongly represent the nature of
സ്മൂത്ത് മസിൽസിന്റെ നേച്ചറിനെ റോങ്ലി റെപ്രസെന്റ് ചെയ്യുന്ന ഏതോ ഒരു ഇതുണ്ട്. ഏതാണ്? വേഗം പറഞ്ഞേ. 59 വേഗം പറഞ്ഞേ. സ്മൂത്ത് മസിൽസിന് സ്ട്രയേഷൻസ് ഇല്ല. ഓക്കെ, അവര് ഇൻവോളണ്ടറി മസിൽസ് ആണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ among the cells performed by intercalated disc ആണോ? സി ആണ് കറക്റ്റ്. ഓക്കെ, ഇന്റർകലക്ടഡ് ഡിസ്ക് ഒന്നും ഇവർക്ക് കാണുന്നില്ല. ഓക്കെ, കോക്രോച്ചിന്റെ ഇന്ന് വേണ്ട. ഇതാരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇൻ വാട്ടർ ഫ്രോഗിന്റെ റെസ്പിറേഷൻ ഏതിലൂടെ ആയിരിക്കും നടക്കുന്നതെന്ന് അറിയാവുന്ന കാര്യമാണ്. എന്ത് ലെങ്സ് ആണ്? അല്ല അല്ല അല്ല. ഫ്രോഗിന് 2 ടൈപ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ലെങ്സ് ഉണ്ട്, എന്തുണ്ട്, പിന്നെ അവര് എന്താണ് സ്കിന്ന് ക്യൂട്ടേനിയസ് റെസ്പിറേഷനും കൂടി ഉണ്ട് എന്ന് ഇന്നലെ ആംഫിബിയൻസ് ആ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ഉണ്ട് എന്ന്. സ്കിന്ന് വഴിയാണ് അവര് ഇതാക്കുന്നത്. ഓക്കെ ഓക്കെ. ഞാൻ ഫിഷാന്ന് പെട്ടെന്ന് ഓടിയത്. എന്താണ് ഫിഷ് പെട്ടെന്ന് വിചാരിച്ചിട്ട് ഗിൽസ് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. Okay, the kind of epithelium which forms the inner wall of blood vessels. ഏതാണ്? ഏതാണ്? ക്യൂബോയിഡ് അല്ല, കാരണം നമ്മളിപ്പോ കൊറേ പറഞ്ഞു കഴിഞ്ഞു. അതെവിടെയുള്ള? അതന്നെ, സ്ക്വാമസ് ആണ്. സ്ക്വാമസ് epithelium ആണ്. ഓക്കെ, ഗൊറില്ല, ചിമ്പാൻസി, മങ്കി ആൻഡ് ഹ്യൂമൻ ബിലോങ്സ് ടു ദ സെയിം എന്തിലാണ്? ഫാമിലി. ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്. ഇതിൽ ഏറ്റവും എന്താണ് അസെൻഡിങ് ഓർഡറിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും എന്താണ് ഏറ്റവും ടോപ്പിൽ വരും ഇതിൽ ഏതാണ്? ഒന്ന് പറഞ്ഞേ. അസെൻഡിങ് ഓർഡർ എങ്ങനെയാണ്? ഇൻക്രീസിങ് ഓർഡർ. ഇൻക്രീസ് ചെയ്യുന്ന എങ്ങനെ വരും? ഏത് വരും? ഓർഡർ എന്ന് പറഞ്ഞാൽ മതി. അല്ല, ഇതിന്റെ നമ്മുടെ ടാക്സോണമിക് ഹൈറാർക്കിയുടെ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു മോഡൽ ഒന്ന് ആ ഒരു ഇതൊന്ന് പറഞ്ഞാൽ മതി. കിങ്ഡം ഫൈലർ അതാ. അതന്നെ അതന്നെ. കിങ്ഡം ഫൈലർ ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷ്യസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ്? ഇതാണ് ഈ ഫാമിലിനെക്കാട്ട് വലുതായിട്ട് കിടക്കുന്നത് അല്ലേ? അപ്പൊ ഫാമിലി ആണെങ്കിൽ ഇവരെന്താവും? ഇതിന് 2 ആൻസർ ഇതിൽ തന്നെ വരില്ലേ? ഇല്ലേ? ഫാമിലിയും സെയിം ആയിരിക്കും, പിന്നെ ഓർഡർ എന്തായാലും അപ്പൊ സെയിം ആയിരിക്കില്ലേ? ഓർഡർ പ്രൈമേറ്റയിലാണ് വരുന്നത് കേട്ടോ. ഓർഡർ ആണ്. ഓക്കെ, എത്ര ശരിയായി? അല്ലെങ്കിൽ എത്ര അറ്റൻഡ് ചെയ്യാൻ പറ്റി? 31, 35 ആണ്. 35. അത്രയൊക്കെ അറ്റൻഡ് ചെയ്തു അല്ലേ? ഓക്കെ, എത്ര ശരിയായി? കറക്റ്റ് നോക്കിയിട്ടില്ല, എന്നാലും കുറെ ശരിയായി. എന്താണ്? ഏറെക്കുറെ ശരിയായി അല്ലേ? കുറെ ശരിയായിട്ടുണ്ട്. ഓക്കെ, ഇതിലിനി എന്തുണ്ട്? കോക്രോച്ചിന്റെ ഫ്രോഗിന്റെ നമ്മളെ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ടെസ്റ്റിൽ അതും കൂടി ഇട്ടിട്ട് ഇതാക്കാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ മിസ്. താങ്ക് യു മാം. ഓക്കെ, ശരി, താങ്ക് യു.